തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാമാന്ത്രികനാണ് ടി വാസുദേവൻ നായർ. ചെറുകഥകളിലൂടെ, നോവലുകളിലൂടെ, തിരക്കഥകളിലൂടെ പടർന്ന് പന്തലിച്ച് വൻ കാടായി മാറിയ ഒറ്റമരം. ജ്ഞാനപീഠ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, മാത്രമല്ല തിരക്കഥയെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കാനുള്ള അവസരം നൽകുകയും ധാരാളം നല്ല തിരക്കഥകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു ടി. ഈ ആണ് അദ്ദേഹം അന്തരിച്ചത്. ഭാഷയ്ക്ക് കിട്ടിയ ഒരു പുണ്യമായിരുന്നു ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളെല്ലാം തന്നെ സിനിമയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ചെറിയ നോവലാണ് ദയ എന്ന പെൺകുട്ടി. അതൊരു ബാലസാഹിത്യ രചനയാണ്, കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. പിന്നീട് അത് ദയ എന്ന പേരിൽ സിനിമയാക്കുകയുണ്ടായി. മഞ്ജു വാര്യരും കൃഷ്ണയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1001 രാത്രികളിലെ ഒരു അറബിക് കഥയാണ് അദ്ദേഹം അതിനായി തിരഞ്ഞെടുത്തത്. ദയയുടെ കഥ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു പോകാം. ബാഗ്ദാദിലെ അതിസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു മൻസൂർ. പക്ഷേ അയാൾ ഒരു ഉഴപ്പനും അലസനുമായിരുന്നു. ധനികനായ പിതാവ് മകൻ നന്നാവുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തെങ്കിലും ഒന്നും ശരിയായില്ല. പല സ്ഥലത്തു നിന്ന് പണ്ഡിതരെ കൊണ്ടുവന്ന് മൻസൂറിനെ പഠിപ്പിച്ചു. പക്ഷെ ഉഴപ്പനായിരുന്ന മൻസൂർ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അച്ഛൻ്റെ മരണശേഷം അലസത അവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റി. ദരിദ്രനായി തീർന്നു. അവൻ്റെ വലിയ വീടും പരിചാരകരുമെല്ലാം അവന് നഷ്ടമായി. പക്ഷേ ദയ മാത്രം അവനെ കാവലായി, കൂട്ടായി, അവനോടൊപ്പം നിന്നു. മറ്റൊന്ന്, ഈ പണ്ഡിതന്മാർ മൻസൂറിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചതൊന്നും മൻസൂർ പഠിച്ചില്ലെങ്കിലും വാതിലിന് പുറകിലിരുന്ന ദയ അതെല്ലാം ഹൃദിസ്ഥമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു മിടുക്കിയായിരുന്നു. തൻ്റെ യജമാനനെ ഉപേക്ഷിച്ചു പോകാതെ അവനൊപ്പം നിൽക്കുന്നു. അവളുടെ ബുദ്ധിവൈഭവത്തിലൂടെയും കഴിവുകളിലൂടെയും മൻസൂർ ജീവിതം പതുക്കെ തിരിച്ചു പിടിക്കുന്നു. അവരുടെ ജീവിതം പച്ച പിടിച്ച് തുടങ്ങുന്നതിനിടയ്ക്കാണ് വീണ്ടും അവൾ ഒരു കൊള്ളക്കാരൻ്റെ കയ്യിൽ അകപ്പെടുകയും അയാൾ അവളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അവിടെ നിന്ന് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ ചെന്നുപെടുന്നത് വേറൊരു കൊള്ളക്കാരൻ്റെ കയ്യിലാണ്. അവിടെ നിന്നും ഒരു ബുദ്ധി ഉപയോഗിച്ച് ഒരു കുതിരപ്പുറത്ത് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന ദയ പിന്നീട് ചെല്ലുന്നത് വേറൊരു രാജ്യത്തിലാണ്. അവിടെ മന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മത്സര പരീക്ഷകൾ നടത്തുകയാണ്. മിടുക്കനായ ഒരു രാജാവാണ് ആ നാട്ടിലുണ്ടായിരുന്നത്. പരമ്പരാഗത രീതികളൊക്കെ ഉപേക്ഷിച്ച്, സാധാരണ മന്ത്രി മരിച്ചാൽ മന്ത്രിയുടെ മകൻ രാജാവാകും, അങ്ങനെയാണ്. പക്ഷേ രാജാവ് മിടുക്കനായിരുന്നു. രാജാവ് നല്ല അറിവും അഭ്യാസ പാഠവും എല്ലാ തരത്തിലുള്ള ഒരു നാട് കൊണ്ടു നടത്താൻ ശേഷിയുള്ള ഒരു യുവാവിനെ തേടി രാജാവ് കാത്തിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ തിരക്കഥാഭാഗം ആരംഭിക്കുന്നത്. വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കുതിരപ്പുറത്തെത്തുന്ന ദയ ഇപ്പോൾ ഒരു ആൺവേഷത്തിലാണ്. കാരണം അവൾ അവസാനം പിടിയിലകപ്പെട്ട കൊള്ളക്കാരൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ധാരാളം വേഷങ്ങളുണ്ടായിരുന്നു. അവൾ അതിലൊന്നെടുത്ത് ധരിക്കുകയും തൽക്കാലം രക്ഷയ്ക്ക് അത് നല്ലതാണ് എന്ന് കരുതി ആൺവേഷത്തിലാണ് അവൾ അവിടെ എത്തിയിരിക്കുന്നത്. ചുറ്റുമുള്ള ആളുകളുടെ സംസാരത്തിൽ നിന്ന് നിലവിലെ സാഹചര്യം ബുദ്ധിമതിയായ ദയയ്ക്ക് മനസ്സിലായി. 7 ദിവസമായി അവിടെ മത്സര പരീക്ഷകൾ തുടങ്ങിയിട്ട്. മിടുക്കനായ ഒരു മന്ത്രിയെ തേടിയാണ് ആ രാജ്യവും രാജാവും കാത്തിരിക്കുന്നത്. പക്ഷെ ഇതുവരെ ആർക്കും ആ മത്സര പരീക്ഷകളിൽ വിജയിക്കാനായില്ല. പാണ്ഡിത്യവും ആയുധവിദ്യയും വശമുള്ള ഒരാളെയാണ് രാജാവ് തേടുന്നത്. മൻസൂറിന്റെ ഗുരുക്കന്മാരിൽ നിന്ന് എല്ലാം പഠിച്ചിരുന്ന, എല്ലാം മനസ്സിലാക്കിയിരുന്ന ദയ ധൈര്യപൂർവ്വം മത്സരത്തിനിറങ്ങുന്നു. എല്ലാ മത്സര പരീക്ഷകളിലും അവൾ വിജയിക്കുന്നു. ആദ്യത്തേത് സാധാരണ രാജകൊട്ടാരങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു വൃത്തത്തിൽ അമ്പെയ്ത് കൊള്ളിക്കുക എന്നുള്ള ഒരു പരീക്ഷയായിരുന്നു. മിടുക്കരായ, വിദഗ്ധരായ, വില്ലാളി വീരന്മാരായ യോദ്ധാക്കൾക്ക് മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു മത്സരം. പക്ഷേ ദയ വളരെ വേഗം ദ്രുതഗതിയിൽ 5 അസ്ത്രങ്ങൾ ലക്ഷ്യത്തിലെ നടുവിലെ വൃത്തത്തിൽ കൊള്ളിക്കുന്നു. അതോടെ അതിൽ നിന്ന് അവൾ സെലക്ട് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തേത് ഒരു വാൾപ്പയറ്റായിരുന്നു. തൻ്റെ എതിരെ നിന്ന പോരാളിയെ അതിവിദഗ്ധമായി തോൽപ്പിച്ച് അയാളുടെ വാളും തെറിപ്പിച്ച് കളഞ്ഞ് ദയ വിജയിക്കുന്നു. വിജയത്തിന് ശേഷവും അവൾ രാജകുടുംബത്തെ വണങ്ങുന്നുണ്ട്. രാജാവിനോടൊപ്പം രാജാവിൻ്റെ രാജ്ഞിയുണ്ട്, മകളുണ്ട്. ഏറ്റവും പ്രയാസമേറിയ പരീക്ഷണം ഒരു കുതിരസവാരി നടത്തുക എന്നുള്ളതാണ്. നേരത്തെ ദയ വരുമ്പോൾ തന്നെ രാജാവ് പറയുന്നുണ്ട് രാജ്ഞിയോട്, കുതിരസവാരിയോടെ ചിലപ്പോൾ അവൻ മടങ്ങുമായിരിക്കും എന്ന്. ഈ കുതിരയുടെ ചില പ്രത്യേകതകളുണ്ട്. മെരുങ്ങാത്ത കുതിര, വിറളി പിടിക്കുന്ന കുതിര, ചവിട്ടുന്ന കുതിര. 6 പേര് കൂടിയാണ് ഈ കുതിരയെ അവിടേക്ക് കൊണ്ടുവരുന്നത്. കാരണം 2 പേര് 2 വശത്തും ഓരോരുത്തരും മുൻപിലും പിൻപിലുമായി നിൽക്കുകയാണ്. അത്രയ്ക്ക് പ്രശ്നക്കാരനായ കുതിരയെയാണ് ദയയുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്.
സേനാപതി അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൈയും കാലും ഒടിഞ്ഞ 4 പേരെ ഇതിനകം പുറത്തേക്ക് ചുമന്നുകൊണ്ടാണ് പോയത്, വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദയ വേറെ സാഹചര്യങ്ങളില്ല, നിവൃത്തിയില്ല, ദയക്ക് നിൽക്കാനൊരു ഇടമില്ല. അപ്പോൾ അതുകൊണ്ട് ദയ മത്സരിച്ചേ മതിയാകും. അവൾ ഒരുങ്ങുന്നു. കുതിരയെ ജയിക്കാൻ തനിക്ക് കഴിയില്ല എന്നവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ആ കുതിരയോട് നയപരമായൊരു സമീപനം സ്വീകരിക്കുന്നു. കുതിരയോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ഈ വേഷം കെട്ടി നിൽക്കേണ്ടി വന്നത്. നിനക്ക് എന്നെ വേണമെങ്കിൽ ചവിട്ടി അരയ്ക്കാം, പക്ഷേ നീ എന്നോട് ദയ കാണിക്കണം എന്നാണ്. കുതിര ആദ്യം വഴങ്ങുന്നില്ലെങ്കിലും അവളുടെ ശബ്ദത്തിലെ സമാധാന സ്വരം ശ്രവിച്ചതുകൊണ്ടാകാം കുതിര അവളെ ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ അത്ഭുതകരമായി ദയ ആ പരീക്ഷയും വിജയിക്കുന്നു. കുതിരയോട് നന്ദി പറഞ്ഞിട്ടാണ് അവൾ തിരിച്ചു വരുന്നത്. അവസാനത്തെ മത്സരം ചതുരംഗം ആണ്. ചതുരംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ചെസ്സ് എന്ന് വേണമെങ്കിൽ പറയാം, കുട്ടികൾക്ക് അറിയാം അല്ലേ. ഇപ്പം രാജാവ് വളരെ മിടുക്കനായ ഒരു ചതുരംഗ കളിക്കാരനാണ്. അദ്ദേഹത്തെ ആരും തന്നെ ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ദയ എതിരെ ഇരിക്കുന്നു, രാജാവിനൊപ്പം കളിക്കുന്നു. മാത്രമല്ല രാജാവ് പറയുന്നുണ്ട്, ചതുരംഗത്തിലെ അതിവിദഗ്ധന് നല്ല രാജ്യതന്ത്രജ്ഞനാകാൻ കഴിയും എന്നാണ്, കരുക്കൾ നീക്കാൻ കഴിയും എന്നുള്ളതാണ്. രാജാവിനൊപ്പം ദയ കളിക്കുമ്പോൾ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട്, 17 നീക്കത്തിലേറെ ഇതുവരെ മഹാരാജാവിനോട് പിടിച്ചു നിന്നിട്ടില്ല, ഇത് 31ആയി. 31 പ്രാവശ്യമായി കളി തുടങ്ങിയിട്ട്, 31 കരുക്കളെ കളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കളി എന്നിട്ടും രാജാവ് മുട്ടുമടക്കാൻ അല്ലെങ്കിൽ രാജാവിന് ദയയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദയയുടെ അടുത്ത നീക്കത്തിൽ രാജാവ് തോൽക്കും എന്നുള്ളത് ഉറപ്പാണ്. അവൾ അടുത്ത നീക്കത്തിന് ഒരുങ്ങുന്നുണ്ട്. അവൾ അടുത്ത നീക്കത്തിന് ഒരുങ്ങിയപ്പോഴാണ് അവൾ രാജാവിൻ്റെ അസ്വസ്ഥഭാവം ശ്രദ്ധിച്ചത്. അദ്ദേഹം പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അഹന്തയ്ക്ക് അല്ലേ, ഈഗോ അതിന് മുറിവേൽക്കും എന്നവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അവൾ കളം മാറി ചവിട്ടാണ്. എന്താ പറഞ്ഞത്? ക്ഷമിക്കണം, എനിക്ക് തെറ്റി, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കരു നീക്കുന്നു. രാജാവിൻ്റെ മുഖത്തും ആശ്വാസമാകുന്നു. രണ്ടുപേരും സമം, ആരും ജയിച്ചില്ല. സമനിലയിൽ കളി അവസാനിക്കുന്നു. രാജാവ് പിന്നീട് മത്സരങ്ങൾക്ക് തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന് അവളെ ബോധിച്ചു, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് രാജാവ് പറയുന്നു, ഇനി മത്സരങ്ങളൊന്നുമില്ല, കുറേ ചോദ്യങ്ങളുമില്ല, അതെല്ലാം കഴിഞ്ഞു. ഇനി അവൾക്ക് ബുദ്ധിയുണ്ടോ വിവരമുണ്ടോ എന്നുള്ള ഒരു പരീക്ഷ കൂടിയാണ് അദ്ദേഹത്തിന് നടത്താനുണ്ടായിരുന്നത്. അദ്ദേഹം അതിന് വേറൊരു തരത്തിലൊരു ശ്രമം നടത്തുന്നു. എന്താ അദ്ദേഹം ചോദിച്ചത്? പാർമെനിദീസ് അല്ലേ, ഒരു ഗ്രീക്ക് ചിന്തകനാണ്. പാർമെനിദീസിനെ പോലെ അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെയുള്ള ഒരു രാജാവാണ് ഞാൻ എന്നാണ്. ദയ അതിന് ശരിവെക്കുന്നു. പെട്ടെന്ന് രാജാവ് അവളോട് അദ്ദേഹം ഈ പാർമെനിദീസ് ആരാണെന്ന് ചോദിക്കുന്നു. പക്ഷെ മിടുകിയായ ദയ അതിനും ഉത്തരം പറയുന്നു, ഗ്രീക്ക് ചിന്തകനാണെന്ന്. അതോടെ രാജാവ് അവളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. പേര് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൾ ദയ എന്നാണ് പറഞ്ഞത് അല്ലേ, അവളൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഉടനെ തിരുത്തി സമീർ എന്നാക്കുന്നു. ആ രാജ്യത്തെ പുതിയ മന്ത്രിയായി ഈ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംഭവബഹുലമായ ദയയുടെ ജീവിതം പിന്നീട് തുടരുകയാണ്. ആ രാജ്യത്തിലെ രാജകുമാരിക്ക് 15കാരിക്ക് ഈ യുവാവിനോട് പ്രണയം തോന്നുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്യും? നിസ്സഹായയാണ്. മാത്രമല്ല ആ നാട്ടിലേക്ക് എത്തുന്ന അവൾ അവിടെ ഒത്തിരി ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. മന്ത്രിയായി ദീർഘവീക്ഷണത്തോടെ ഒത്തിരി കാര്യങ്ങൾ ആ നാട്ടിൽ ചെയ്തു. അന്യനാട്ടിൽ നിന്ന് വരുന്നവർക്ക് ആശ്രയം നൽകാനും അഭയം നൽകാനും എല്ലാ തരത്തിലും. മാത്രമല്ല അന്യനാട്ടിൽ നിന്ന് വരുന്നവരെ ശ്രദ്ധിക്കാനും കുറേ ആളുകളെ ഏർപ്പാടാക്കി. അങ്ങനെയാണ് അവിടേക്ക് കൊമ്പനാലി ഈ ദയയെ ചതിച്ച 2 കൊള്ളക്കാരും അവിടെ വന്നുപെടുന്നുണ്ട്. ദയ ചില സൂത്രപ്പണികളിലൂടെ അവരെ കൊടുക്കുന്നുണ്ട്. രാജാവിൻ്റെ മുൻപിൽ അവരെ എത്തിക്കുകയും അവർക്ക് കനത്ത ശിക്ഷ കൊടുത്ത് ജയിലിലടപ്പിക്കുകയും ചെയ്യുന്നു. അവളെ ജീവിതത്തിൽ സുരക്ഷിതമാവുകയാണ്. പിന്നീട് അവൾ കാത്തിരിക്കുന്നത് മൻസൂറിനെയാണ്. മൻസൂറും ഒടുവിൽ അലഞ്ഞ് അവശനായി അവിടെ എത്തുന്നു. അയാളെ കണ്ട് അവളുടെ ഹൃദയം തകർന്നു പോകുന്നു അല്ലേ. പിന്നീട് അവൾ അയാളോട് താൻ ആരാണെന്ന് പറയുന്നു. രാജാവിനോടും അവൾക്ക് സത്യം പറയേണ്ടി വരുന്നു. രാജാവ് ആദ്യം ഒന്ന് അത്ഭുതപ്പെട്ടെങ്കിലും ഞെട്ടിയെങ്കിലും അവളുടെ ജീവിതവും മനസ്സും മനസ്സിലാക്കിയിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. അവൾ അവിടെ മന്ത്രിയായി തുടരുന്നു. ഇതാണ് ദയയുടെ ജീവിതം. അസാധാരണ വൈഭവമുള്ള, അസാമാന്യ ബുദ്ധിശക്തിയുള്ള, ജീവിതത്തിലെ പ്രതിസന്ധികളെ, എത്രയൊക്കെ ഭയാനകമായ പ്രതിസന്ധികളെയും അതിധീരമായി നേരിട്ട, ആർക്കും പ്രചോദനമേകുന്ന മിടുക്കിയായ പെൺകുട്ടിയാണ് ദയയുടെ കഥയാണ് ദയ എന്ന പെൺകുട്ടി. മഞ്ജു വാര്യർ ആ കഥാപാത്രത്തെ അനശ്വരമാക്കുകയുണ്ടായി. ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് രാജാവുമായുള്ള ഈ സംഭാഷണത്തിൽ നിന്നും ദയ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാനാവുന്നത്? പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ദയ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക.
നമ്മൾ ഈ വായിച്ച സാഹചര്യത്തിൽ ദയ എത്ര ബുദ്ധിമതിയാണ്, വിവേകമുള്ളവളാണ് അല്ലേ. അറിവ് മാത്രമല്ല, വിവേകം കൂടിയുണ്ട്. ഇപ്പോൾ രാജാവ് തോറ്റാൽ അയാൾക്ക് ഈഗോ, അയാളുടെ അഹന്തയ്ക്ക് മുറിവേൽക്കുമെന്നും അയാൾ ഒരുപക്ഷെ തന്നെ മന്ത്രിയായി അംഗീകരിക്കില്ലെന്നും അവൾക്ക് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ കരു മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ആ നീക്കം മാറ്റിയത്. രാജാവ് പരാജയപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അത് രാജാവിന് മനസ്സിലാവുകയും ചെയ്തു. ബുദ്ധിപൂർവ്വം അവൾ കളിച്ചതുകൊണ്ട്. ഇതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ ചതുരംഗത്തിലെ കളി ആയോധനം പോലെ രാജ്യഭരണം പോലെ പ്രധാനപ്പെട്ടതാണെന്ന്. അപ്പോൾ തന്നൊപ്പം ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഒപ്പം നിന്നാൽ തൻ്റെ നാട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം രാജാവിന് കിട്ടിയത് അപ്പോഴാണ്. പിന്നീട് അവളുടെ പാണ്ഡിത്യം കൂടി അദ്ദേഹം അവളെ പരീക്ഷിച്ചതോടെ അദ്ദേഹം തൃപ്തനാകുന്നു. ദയ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്താൽ നമ്മൾ ഈ പാഠഭാഗം, ഞാൻ നേരത്തെ ആ നോവലിൽ അവളുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ പാഠഭാഗത്ത് നോക്കൂ, എത്ര സങ്കടകരമായൊരു സാഹചര്യത്തെ ആൺവേഷം കെട്ടി അതിജീവിച്ച് കുതിരപ്പുറത്ത് വരുന്ന ദയ, ആ പരീക്ഷണങ്ങളെയൊക്കെ വളരെ സമചിത്തതയോടെ നേരിടുന്ന ദയ, അഭ്യാസിയായ വാൾപ്പയറ്റിലും പിന്നീട് കുതിരയുടെ അടുത്ത് കണ്ടില്ലേ നയം പാറ്റിപ്പിടിക്കുന്നു അല്ലെ. പകയുള്ള വെറുപ്പും അല്ലെങ്കിൽ അക്രമാസക്തരായവരോട് എങ്ങനെയുള്ള സമീപനമാണ് വേണ്ടതെന്ന് ദയ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അവരോട് എതിരിടാനല്ല പോകേണ്ടത്, മറിച്ച് വശത്താക്കുകയാണ് ചെയ്തത്. ചതുരംഗ കളിയിലും ദയ അടവ് മാറ്റുന്നുണ്ട്. രാജാവ് തോൽക്കരുത് എന്നാൽ ആഗ്രഹിച്ചതുകൊണ്ട് അവൾ ചെയ്ത ഒരു ശ്രമം അവൾക്ക് അവിടെയുള്ള സ്ഥാനം ഉറപ്പിക്കുകയാണ് ചെയ്തത്. അവസാനം അവളുടെ പാണ്ഡിത്യവും രാജാവ് തൃപ്തനായി. അങ്ങനെ മിടുക്കിയായ ദയ, എല്ലാ സ്ത്രീകൾക്കും പ്രചോദനമായ ദയ, പ്രതിസന്ധികളെ അതിധീരമായി നേരിടുന്ന ദയ, ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണിയിലും ലിംഗവ്യത്യാസമില്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയയ്ക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നു. വിമർശനാത്മകമായി പരിശോധിക്കുക. ദയമിടിക്കുകയാണല്ലോ. ബുദ്ധിശക്തി, ആണിനൊപ്പം ബുദ്ധിശക്തിയുണ്ട്. അതുവരെ 7 ദിവസമായി തുടരുന്ന മത്സര പരീക്ഷയിൽ അവിടെ വന്ന ആരും ജയിച്ചില്ല. 6 പേര് മത്സരത്തിന് വന്നിരുന്നു എന്നാണ്. 7ാമത്തെ ആളായിരുന്നു നമ്മുടെ ദയ. സാമർഥ്യം നമ്മൾ കണ്ടതാണ്. ഭരണ നൈപുണി അതും അവൾക്കറിയാം. ലിംഗവ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ല. ഒരാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാ ഈ ഒരു പെണ്ണ് ചെയ്തിരിക്കുന്നു. പക്ഷേ അവൾക്ക് വേഷം മാറേണ്ടി വന്നു അല്ലേ, ആൺവേഷം. എന്തുകൊണ്ടായിരിക്കും? അത് സമൂഹം സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില പരിമിതികളുണ്ട്. പെണ്ണുങ്ങൾ ഇതിനൊന്നും പറ്റിയവരല്ല, യുദ്ധം ചെയ്യാൻ പറ്റിയവരല്ല, അപ്പോൾ അല്ലെങ്കിൽ ചതുരംഗം കളിക്കാൻ പറ്റിയവരല്ല, രാജ്യം ഭരിക്കാൻ പറ്റിയവരല്ല. അതുകൊണ്ടാണ് അവൾക്ക് ആ വേഷം മാറേണ്ടി വന്നത് എന്നാണ്. പക്ഷെ ഇന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. സ്ത്രീകൾ ഏതാണ്ട് പുരുഷനൊപ്പം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം പുരുഷ ഭരണകാര്യങ്ങളിലാണെങ്കിലും മറ്റേത് പൊതുരംഗങ്ങളിലാണെങ്കിലും ഏത് മേഖല നമ്മൾ പരിശോധിച്ചാലും സ്ത്രീ പുരുഷനൊപ്പം ഉണ്ട്. പക്ഷേ സ്ത്രീ ലിംഗ സമത്വത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായും അതൊക്കെ സ്ത്രീക്ക് ലഭ്യമായിട്ടുണ്ടോ, എല്ലാ സ്ത്രീകൾക്കും ലഭ്യമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഇനിയും ബഹുദൂരം മുൻപോട്ട് നടക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും ദയ നൽകുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ്. പതുക്കെ പതുക്കെ കണ്ടോ, പതുക്കെ പതുക്കെ എന്ന് പറയുന്നതിനേക്കാൾ എത്ര രസമാണ്, എത്ര കാവ്യാത്മകമാണ്, എത്ര മനോഹരമാണ്, എത്ര ചടുലമാണ് ആ പ്രയോഗം. പതുക്കെ പതുക്കെ അത് കുറച്ചുകൂടി സുന്ദരമാണ്. ആ ഭാഷ കാവ്യാത്മകമാകുന്നു, മനോഹരമാകുന്നു, ആശയവ്യക്തത കൈവരുന്നു അല്ലേ. മെല്ലെ മെല്ലെ പാട്ട് തന്നെയുണ്ട്, മെല്ലെ മെല്ലെ മുഖപടം. അതുപോലെ വേഗം വേഗം, ഉറക്കെ ഉറക്കെ. അത് ഈ വാക്കുകളിങ്ങനെ ആവർത്തിച്ച് വെറുതെ പറയുന്നതല്ല. അത് ഇങ്ങനെ അകത്തി പറയുന്നതിനേക്കാൾ ഇങ്ങനെ ചേർത്ത് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സവിശേഷമായൊരു സൗന്ദര്യം. ഏത് ഭാഗമാണോ അവതരിപ്പിക്കുന്നത് അതിനൊരു പ്രത്യേകത, ഒരു ദൃശ്യാത്മകത, ഒരു ചടുലത, ഒരു ആശയവ്യക്തത, ഇതിലൊക്കെ ഉപരി ഒരു കാവ്യാത്മകത, കവിത പോലെ സുന്ദരമായൊരവസ്ഥ, ഭാവം, രചനകളുടെ ഭാവം പ്രകടിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്.